നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സിനിമയുടെ റൊമാന്റിക് ഹീറോയാണ് വിജയ് ദേവരകൊണ്ട. വളരെ കുറച്ചു ചിത്രങ്ങൾ കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ താരത്തിന് കഴിഞ്ഞു. നടി രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും വിവാഹിതരാകാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ സിനിമാ ലോകത്ത് പാറ നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഇത്രയും നാൾ ഈ വാർത്തകളോടെല്ലാം മൗനം പാലിച്ച രശ്മികയും വിജയും കഴിഞ്ഞ ദിവസമാണ് വിവാഹ വാർത്തകൾ സ്ഥിരീകരിച്ചത്. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം രശ്മികയെ വിജയ് മിന്നുകെട്ടി. ഉദയ്പൂരിൽ വെച്ച് നടന്ന സ്വകാര്യ ചടങ്ങിലാണ് വിവാഹം നടന്നത്. പിന്നാലെ വിവാഹ ചിത്രങ്ങളും പുറത്തു വന്നു. ചിത്രങ്ങൾ പിന്നീട് വൈറലായി മാറുകയായിരുന്നു. ഓറഞ്ച് സാരിയിൽ സുന്ദരിയായാണ് രശ്മിക എത്തിയത്. തെലുങ്ക് ആചാരപ്രകാരം വിജയ് എത്തിയപ്പോൾ രശ്മിക കൊടവ ആചാരങ്ങൾ പിന്തുടർന്നു. രാജകീയം എന്നാണ് ഫോട്ടോകൾക്ക് നിറയുന്ന കമന്റുകൾ. വിവാഹ ചിത്രത്തിനൊപ്പം ഹൃദ്യമായ കുറിപ്പും ഇരുവരും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ആഘോഷ സമയമാണ്, നമുക്ക് ഒരുമിച്ച് ഏറ്റവും മനോഹരമായ ജീവിതം ജീവിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു ദിവസം അവളെ ഞാൻ അതിയായി മിസ് ചെയ്തു. അവൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ദിവസം കൂടുതൽ മനോഹരമായേനെ എന്ന് തോന്നും വിധത്തിൽ. അവൾ എതിർവശത്ത് ഇരുന്നിരുന്നുവെങ്കിൽ ഭക്ഷണം കൂടുതൽ രുചികരമായേനെ എന്ന് തോന്നും വിധത്തിൽ. അവൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ വ്യായാമം പോലും ശിക്ഷയായല്ല സന്തോഷമായി തോന്നും വിധത്തിൽ. എവിടെയായിരുന്നാലും ഒരു ഹോം എന്ന ശാന്തിയും സുരക്ഷയും ഞാൻ അനുഭവിക്കാൻ അവൾ തന്നെ വേണമെന്ന് തോന്നും വിധത്തിൽ അവളെ ഞാൻ മിസ് ചെയ്തു. അതുകൊണ്ട് എന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ ഞാൻ എന്റെ ഭാര്യയാക്കിയെന്നാണ് വിജയ് കുറിച്ചത്. രശ്മിക എഴുതിയത് ഇങ്ങനെയായിരുന്നു: ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്റെ ഭർത്താവ് മിസ്റ്റർ വിജയ് ദേവരകൊണ്ട. എനിക്ക് യഥാർത്ഥ പ്രണയം എന്താണെന്ന് പഠിപ്പിച്ച മനുഷ്യൻ, ശാന്തി എന്നുള്ള അനുഭവം എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന മനുഷ്യൻ, വലിയ സ്വപ്നങ്ങൾ കാണുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് ഓരോ ദിവസവും എന്നെ ഉറപ്പുവരുത്തിയവൻ, ഞാൻ കരുതിയതിലും വലുത് നേടാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിച്ചവൻ, ആരും നോക്കാത്തതുപോലെ ഞാൻ നൃത്തം ചെയ്യുന്നത് ഒരിക്കലും തടഞ്ഞിട്ടില്ലാത്തവൻ, സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമെന്ന് പഠിപ്പിച്ചവൻ. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് ഒരു പുസ്തകം തന്നെ എഴുതാനാകും. ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന സ്ത്രീയായി ഞാൻ മാറിയെങ്കിൽ അതിന് പിന്നിൽ നീയുണ്ട്. നീ എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയതാണ്. ഞാൻ എത്ര ഭാഗ്യവതിയാണെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. ബിജു, നിന്നോടുള്ള എന്റെ വികാരങ്ങൾ വിവരിക്കാൻ എനിക്ക് എപ്പോഴും വാക്കുകൾ കുറവാണ്. അത് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ തോന്നുന്നത് എന്റെ എല്ലാ നേട്ടങ്ങളും പോരാട്ടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷവും എല്ലാം ഇപ്പോൾ കൂടുതൽ അർത്ഥവത്തായി തോന്നുന്നു. കാരണം അതിനെല്ലാറ്റിനും സാക്ഷിയായി നീ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്, അതിൽ ഏറ്റവും വലിയ ഭാഗം നീ തന്നെയാണെന്ന് അറിഞ്ഞതുകൊണ്ട്, നിന്റെ ഭാര്യയായി മാറാൻ, നിന്റെ ഭാര്യയാകാൻ, നിന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് എത്ര ആവേശമാണെന്ന് പറയാൻ വാക്കുകളില്ല എന്നായിരുന്നു രശ്മിക കുറിച്ചത്. രാജസ്ഥാനിലെ ഉദയ്പൂരിനടുത്തുള്ള പ്രശസ്തമായ ITC മെമന്റോസ് ആഡംബരം റിസോർട്ടായിരുന്നു വിവാഹവേദി. 100ഓളം അതിഥികൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ചുവപ്പ് നിറത്തിലുള്ള സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി രാജകുമാരിയെ പോലെയാണ് രശ്മിക എത്തിയത്. വെളുപ്പിൽ ഹെവി വർക്ക് ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടുമായിരുന്നു വിജയുടെ ഔട്ട്ഫിറ്റ്. കുതിരപ്പുറത്തേറിയാണ് കതിർ മണ്ഡപത്തിലേക്ക് വരനെത്തിയത്. ആന്ധ്രയുടെ പരമ്പരാഗത ആചാരപ്രകാരമാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. 3 ദിവസം നീണ്ടുനിന്ന വിവാഹ ആഘോഷത്തിന്റെ ഭാഗമായി ഹൽദി, സംഗീത ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഏറെക്കാലമായി പ്രണയത്തിലാണ് താരങ്ങൾ. ഒരുമിച്ച് സിനിമകൾ ചെയ്യവെയാണ് ഇരുവരും അടുത്തത്. തെലുങ്ക് സിനിമാ രംഗത്ത് രണ്ടുപേരുടെയും വളർച്ച ഒരേ കാലഘട്ടത്തിലായിരുന്നു. വിജയ് ദേവരകൊണ്ട തെന്നിന്ത്യയിൽ ഒന്നടങ്കം സെൻസേഷണൽ താരമായപ്പോൾ രശ്മിക നാഷണൽ ക്രഷായി അറിയപ്പെട്ടു. രശ്മിക വിജയ് ദേവരകൊണ്ട വിവാഹത്തിൽ ജ്യോത്സ്യൻ പ്രശാന്ത് കിനി നടത്തിയ പ്രവചനമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ വിവാഹം വിജയ് ദേവരകൊണ്ടയ്ക്ക് വിജയവും സമ്പൽ സമൃദ്ധിയും കൊണ്ട് തരുമെന്ന് ഇദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ചും വിജയുടെ കരിയറിൽ ഇനി നല്ല സമയമായിരിക്കുമെന്നാണ് പ്രവചനം. സിനിമാ ലോകത്ത് ഭാഗ്യനായികയായി അറിയപ്പെടുന്നയാളാണ് രശ്മിക മന്ദാന. കരിയർ ഗ്രാഫ് എടുത്താൽ നടിക്ക് കൂടുതലും ഹിറ്റുകളാണ്. സൂപ്പർ താര സിനിമകൾ ഒന്നിനു പിറകെ ഒന്നായി തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും രശ്മികയ്ക്ക് ലഭിച്ചു. പിന്നീട് ബോളിവുഡിലേക്കും കടന്നു. മറുവശത്ത് വിജയ് ദേവരകൊണ്ട കരിയറിലെ മോശം സമയത്താണിപ്പോൾ. തുടർ പരാജയങ്ങൾ നടന്റെ മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട്. ഹൃദ്യമായ കുറിപ്പാണ് വിവാഹശേഷം രശ്മിക മന്ദാന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഞാനിതാ എന്റെ ഭർത്താവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് എന്നെ പഠിപ്പിച്ച പുരുഷൻ. സമാധാനത്തിലായിരിക്കുക എന്നത് എങ്ങനെയെന്ന് എന്നെ കാണിച്ചു തന്നയാൾ. വലിയ സ്വപ്നങ്ങൾ കാണുന്നതിൽ കുഴപ്പമില്ല എന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്നും എല്ലാ ദിവസവും പറഞ്ഞു തന്നയാൾ. ഡാൻസ് ചെയ്യുമ്പോൾ എന്നെ ഒരിക്കലും തടയാതിരുന്ന പുരുഷൻ. സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് കാണിച്ചു തന്നയാൾ. എന്നെ വിശ്വസിക്കൂ, ഇദ്ദേഹത്തെ കുറിച്ച് എനിക്കൊരു പുസ്തകം എഴുതാം. ഞാൻ സ്വപ്നം കണ്ട സ്ത്രീയായി ഞാൻ ഇന്ന് മാറിയിരിക്കുന്നു. കാരണം നീയാണ് അവളെ ഇങ്ങനെയാക്കിയത്. ഞാൻ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടയാളാണ്. ബിജു, നിന്നോട് എനിക്കുള്ള വൈകാരികത വിശദീകരിക്കാൻ എനിക്ക് എപ്പോഴും വാക്കുകൾ മതിയാവില്ല. പെട്ടെന്ന് എന്റെ എല്ലാ നേട്ടങ്ങളും സ്ട്രഗിൾസും സന്തോഷവും ദുഃഖവും ആനന്ദവും ജീവിതവും ഇന്ന് ഒരുപാട് അർത്ഥവത്താകുന്നു. കാരണം എനിക്ക് നീയുണ്ട്.
എല്ലാത്തിനും നീ സാക്ഷിയാണ്. എല്ലാത്തിലെയും വലിയ ഘടകവും നിന്റെ ഭാര്യയാകുന്നതിൽ ഞാൻ വളരെയധികം ആവേശഭരിതയാണ്. നിന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്നതിൽ ഇനി പാർട്ടിക്കുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഏറ്റവും നല്ല ജീവിതം ജീവിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് രശ്മിക മന്ദാന പങ്കുവച്ച കുറിപ്പ്. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് രശ്മിക വിവാഹിതയായിരിക്കുന്നത്. വിവാഹശേഷവും നടി സിനിമകളിൽ സജീവമായി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. 36കാരനാണ് വിജയ് ദേവരകൊണ്ട. രശ്മിക മന്ദാനയുടെ പ്രായം 29. അതേസമയം ഗീതാ ഗോവിന്ദമാണ് വിജയ് ദേവരകൊണ്ടയും രശ്മികയും ഒരുമിച്ച് അഭിനയിച്ചതിൽ ഏറ്റവും ഹിറ്റായ സിനിമ. ഈ സിനിമയിൽ ഇരുവരും വിവാഹം കഴിക്കുന്ന രംഗമുണ്ട്. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ വിജയ് ദേവരകൊണ്ട സംസാരിച്ചിട്ടുണ്ട്. ഒരു സീനിൽ രശ്മികയ്ക്ക് ഞാൻ താലി കെട്ടണം, വിവാഹ മണ്ഡപം എല്ലാം ഒരുക്കിയിട്ടുണ്ട്, താലി 3 പ്രാവശ്യം ഒരു ഷോട്ടുണ്ട്. അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഷൂട്ട് മാത്രമാണിതെന്ന് അറിയാം, എങ്കിൽ പോലും അതെന്നെ ഭയപ്പെടുത്തി. പട്ടുസാരി ധരിച്ച് നായിക എനിക്കരികിൽ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ നടക്കുന്ന വിവാഹമാണിതെന്ന് കണ്ടാൽ തോന്നും. 3 പ്രാവശ്യം താലി കെട്ടാൻ പറഞ്ഞപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇക്കാര്യം നായികയോട് പറഞ്ഞു. അവൾ ഓൺ സ്ക്രീനിൽ 3ാമത്തെ തവണയാണ് വിവാഹം ചെയ്യുന്നത്. അതിനാൽ അവൾക്ക് ആശങ്കയില്ലായിരുന്നുവെന്നും വിജയ് ദേവരകൊണ്ട അന്ന് പറഞ്ഞിരുന്നു. അതേസമയം നയൻതാര വിഘ്നേഷ് വിവാഹം പോലെ ഇരുവരുടെയും വിവാഹം ഡോക്യുമെന്ററി ആയാണ് ഒരുക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരുടെ വിവാഹ ക്ഷണക്കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതേസമയം മാർച്ച് 4-ന് ഹൈദരാബാദിൽ വെച്ച് റിസപ്ഷൻ നടക്കുമെന്നും റിപ്പോർട്ടുകളിൽ ഉണ്ട്. വലിയ ഒരുക്കങ്ങളാണ് വിവാഹത്തിനും റിസപ്ഷനുമായി നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. 2018-ൽ പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദമാണ് ഇരുവരുടെയും ആദ്യ ചിത്രം. ഈ ചിത്രത്തിലെ ഇവരുടെ കെമിസ്ട്രി വലിയ ചർച്ചയായിരുന്നു. 2019-ൽ ഡിയർ കോമ്രേഡ് പുറത്തിറങ്ങിയതോടെ ഇരുവരും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ജോഡികളായി മാറി. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന പീരിയഡ് ആക്ഷൻ ഡ്രാമയായ രണബാലിയാണ് ഇനി വരാനിരിക്കുന്ന ചിത്രം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.